നമ്മുടെ നെഹ്റുവും അംബേദ്കറും അമർത്യാസനും ഒക്കെ പഠിച്ചിട്ടുള്ളത് UK ഓക്സ്ഫോർഡ് കാംബ്രിഡ്ജ് പോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്. ഇന്ന് നമ്മുടെ മക്കൾ UK പോയി പഠിക്കൽ ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ. ശരിക്കും അവിടെ ഒക്കെ പോയി പഠിക്കുമ്പോൾ ഈ ഓക്സ്ഫോർഡിലും കാംബ്രിഡ്ജിലും ഒക്കെ പഠിക്കാൻ പറ്റുമോ നോക്കണം. ഇന്നത്തെ കാലത്ത് നമുക്ക് അവിടെ അഡ്മിഷൻ കിട്ടും, ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇപ്പൊ സപ്പോസ് +2 വേണ്ട ഒരാൾക്ക് ഫിസിക്സിൽ ഓക്സ്ഫോർഡിൽ നിന്ന് ഡിഗ്രി ചേരണം എന്നാണ് ആഗ്രഹം എന്ന് വിചാരിക്കാം. അങ്ങനെയുള്ള ഒരു UK യൂണിവേഴ്സിറ്റീസ് ആൻഡ് കോളേജസ് അഡ്മിഷൻ സർവീസ് ഉണ്ട്, UCS. അതുവഴി എല്ലാ വർഷവും ഒക്ടോബർ 15-നകം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്ലിക്കേഷൻ കഴിഞ്ഞാൽ നവംബറിൽ ഫിസിക്സ് ആണല്ലോ, അപ്പോൾ ഫിസിക്സിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ഉണ്ട്, അത് അറ്റൻഡ് ചെയ്യണം. അത് ക്ലിയർ ചെയ്താൽ ഡിസംബറിൽ ഇന്റർവ്യൂ ഉണ്ടാവും. ജനുവരിയോട് കൂടിയിട്ട് നമ്മുടെ അഡ്മിഷൻ സെറ്റാണ്. പിന്നെ ക്ലാസ് തുടങ്ങുക ആ വർഷം ഒക്ടോബറിലാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഏതെങ്കിലും നല്ലൊരു സ്കോളർഷിപ്പ് സെറ്റ് ചെയ്യണം, എന്നാലേ അവിടെ പഠിക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ചെലവേറിയ കാര്യമാണ്. അപ്പോൾ പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. പക്ഷെ അതിലേക്ക് എത്തിപ്പെടുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. നമ്മുടെ അക്കാഡമിക്കലി നമ്മുടെ ട്രാക്ക് റെക്കോർഡ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കണം. +2-ലും 10-ലും 95% ഒക്കെ മാർക്ക് ഉണ്ടായിരിക്കണം. ഒളിമ്പ്യാഡ്, ഇൻസ്പയർ സ്കോളർഷിപ്പ് പോലുള്ള നാഷണൽ ഇന്റർനാഷണൽ ലെവൽ ടാലന്റ് എക്സാമുകളിൽ നല്ല ഔട്ട്സ്റ്റാൻഡിംഗ് ട്രാക്ക് റെക്കോർഡ് വേണം. ഒരു 8th സ്റ്റാൻഡേർഡ് മുതലുള്ളെങ്കിലുള്ള ഔട്ട്സ്റ്റാൻഡിംഗ് ട്രാക്ക് റെക്കോർഡ് വേണം. ഇന്റർവ്യൂ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫിസിക്സിലുള്ള ആ ഒരു പാഷനും എന്തൂസിയാസും ഒക്കെയാണ് അവർ ചെക്ക് ചെയ്യാം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് റെക്കോർഡ് ചെയ്ത ഒരു പേഴ്സണൽ പ്രൊഫൈല് അത്യാവശ്യമാണ്. IELTS മിനിമം 7-ൽ കുറയാത്ത സ്കോർ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ സ്കൂളിന്റെ പ്രിൻസിപ്പലിന്റെ ഒരു ഹൈലി ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ ലെറ്റർ ഉണ്ടാവണം. അപ്പോൾ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അഡ്മിഷൻ പ്രോസസ്സിലൂടെ ഈസി ആയിട്ട് മാന്യൂവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതായത് ഒരു മിനിമം 3-4 വർഷത്തെ പ്രിപ്പറേഷൻ വളരെ അത്യാവശ്യമാണ്. 8th സ്റ്റാൻഡേർഡ് എന്നൊക്കെ അതിനു വേണ്ടിയിട്ടുള്ള പരിപാടികൾ തുടങ്ങുകയാണെങ്കിൽ സംഭവം ഓക്കെയാണ്. അപ്പോൾ അതായത് എളുപ്പമല്ല. ഓക്സ്ഫോർഡ്, കാംബ്രിഡ്ജ് എന്നൊക്കെ പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളാണ്. അവിടെ പഠിക്കാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ നമ്മുടെ മലയാളി കുട്ടികളൊന്ന് തുനിഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല.